Hi all. So we are moving on to the next question. So before going on to that, ആരെങ്കിലും നമ്മുടെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പ്രീവിയസ് വീഡിയോസ് കാണുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ഇപ്പോൾ മേജർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, ബാരിയേഴ്സ് എന്താണ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ പെർസെപ്ഷൻ, വാട്ട് ആർ ഇസ് ഫാക്ടേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ഫേസ്ഡ് ഇൻ പെർസെപ്ഷൻ. അപ്പോൾ അതിൽ ആദ്യം നമുക്കറിയേണ്ടത് വാട്ട് ഇസ് പെർസെപ്ഷൻ, വാട്ട് ഇസ് ദ ഡെഫിനേഷനാണ്. ഇതെല്ലാം ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ പെർസെപ്ഷൻ ഇസ് ദ ഓർഗനൈസേഷൻ, identification and interpretation of sensory information in order to present and understand the environment. എൻവിയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഒന്നുകിൽ കണ്ട് അല്ലെങ്കിൽ അത് തൊട്ട് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കുന്നു. ജസ്റ്റ് കളക്ഷൻ കൊണ്ട് കാര്യമില്ല, അത് മനസ്സിലാക്കണം അല്ലേ, പെർസീവ് ചെയ്യണം. അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു ചൂട് പാത്രം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് അതിനെ തൊട്ടാൽ നമുക്ക് പൊള്ളും എന്ന് മനസ്സിലാവും അല്ലേ. അത് നമ്മളൊരു പെർസെപ്ഷനാണ്. ബിക്കോസ് ഡ്യൂ ടു പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പലയിടത്തും കേട്ടറിവായിരിക്കാം, അങ്ങനെയുള്ള പലതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് ഇതിലും വരാറുള്ളത്. അപ്പോൾ പെർസെപ്ഷൻ വന്ന് ഇതേ ഉള്ളൂ, നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മളൊരു ഇൻഫർമേഷനെ മനസ്സിലാക്കുന്നു, തൊട്ടറിഞ്ഞോ അല്ലെങ്കിൽ കണ്ടോ ഒക്കെ മനസ്സിലാക്കി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് പെർസെപ്ഷൻ. സോ പെർസെപ്ഷൻ ഈസ് ഫ്രം എ ലാറ്റിൻ വേർഡ് വിച്ച് ഇസ് നോൺ ആസ് പെർസെപ്ഷ്യോ, വിച്ച് മീൻസ് ഗ്യാദറിങ് ഓർ റിസീവിങ്. ഗ്യാദറിങ് ഓർ റിസീവിങ് എന്ന മീനിങ് വരുന്നൊരു ലാറ്റിൻ വേർഡ് എന്നാണ് പെർസെപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, പേഴ്സോണ. പെർസെപ്ഷൻ വരുന്നൊരു ലാറ്റിൻ വേർഡാണ് പെർസെപ്ഷ്യോ, വിച്ച് ഇസ് കോൾഡ് ഓർ വിച്ച് മീൻസ് ഗ്യാതറിങ് ഓർ റിസീവിങ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ പാസീവ് റെസീറ്റ് ഓഫ് ദി സിഗ്നൽസ് ബട്ട് ഇസ് ഷേപ്ഡ് ബൈ ലേണിംഗ്, മെമ്മറി, എക്സ്പെക്ടേഷൻ ആൻഡ് അറ്റൻഷൻ. ജസ്റ്റ് സെൻസറി ഓർഗൻ കൊണ്ട് തൊട്ട് പൊള്ളിയ മാത്രം പോരല്ലോ. പൊള്ളുമ്പോൾ നമുക്ക് എന്താ, ഓക്കെ ഇത് ഡേഞ്ചറസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ. സോ ഇനി നമ്മളൊരിക്കലും അത് തൊടരുത് എന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷനെ നമ്മൾ തൊട്ടറിഞ്ഞ് കഴിയുമ്പോൾ, സെൻസറി ഓർഗൻസ് വെച്ച് അറിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നും അത് മനസ്സിലാക്കണം, അത് ലേൺ ചെയ്ത് അത് ഓർമ്മയിൽ വെച്ച് നമ്മൾ അതിനനുസരിച്ച് ഇനി ഭാവിയിൽ അറ്റൻഷനും കൊടുക്കണം. ഇനി അങ്ങനെ ചൂടുപാത്രത്തിൽ തൊടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇൻവോൾവ് ആവുന്നുണ്ട് പെർസെപ്ഷനിൽ. So according to the Joseph Rees, perception is defined as perception includes all those processes by which an individual receives information from his about his environment, seeing, hearing, feeling, tasting and smelling. Okay, so this is called perception. അപ്പോൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ, ഈ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഓർഗനൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു പ്രസൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേജർ ഫാക്ടേഴ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഫോർ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. So there are a number of factors which operate to shape and sometimes distort perception. These factors are in the perceiver, in the object or the target being perceived, or in the context of the situation in which the perception is മെയ്ഡ്. അപ്പോൾ 3 രീതിയിലുണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് ചോദിച്ചാൽ നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു പെർസീവറിൻ്റെ സൈഡിൽ നിന്ന്, അതുപോലെ ദ ടാർജറ്റിൻ്റെ സൈഡിൽ നിന്ന്, അതേപോലെ സിറ്റുവേഷനെ ബേസ് ചെയ്തൊക്കെ വരാം. സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. അപ്പോൾ ഫസ്റ്റ് ഇൻ ദ സൈഡ് ഓഫ് പെർസീവർ. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഫാക്ടേഴ്സ് എന്നും ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്നും ചോദിക്കാം. ബോത്ത് ആർ സെയിം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർസീവർ, ദെൻ ദ ടാർജറ്റ് ആൻഡ് ദി സിറ്റുവേഷൻ എന്ന് ചോദിച്ചാലും, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർസെപ്ഷൻ എന്ന് ചോദിച്ചാലും യു വോണ്ട് റൈറ്റ് ദ സെയിം. ഓക്കെ, അപ്പം ആദ്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബേസ്ഡ് ഓൺ ദി പെർസീവർ എന്ന് വെച്ച് നോക്കാം. പെർസീവർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ് തിങ്സ് അല്ലേ. ആ ഒരാളുടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അയാൾ മനസ്സിലാക്കുന്നതിനെ, ഒരു കാര്യം മനസ്സിലാക്കാൻ നേരത്ത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ഫാക്ടേഴ്സ്, നമ്മളുള്ളിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് പെർസെപ്ഷനെ, ഒരു സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റാണ് ആറ്റിറ്റ്യൂഡ്. ഓരോ ആൾക്കാർക്കും ഓരോ ആറ്റിറ്റ്യൂഡായിരിക്കും അല്ലേ. ഒരു സിറ്റുവേഷനെ പലവരും പല രീതിയിലായിരിക്കും കാണുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നു.
സോ സം സ്റ്റുഡൻസ് വിൽ ബി ഹാവിങ് ആൻ ആറ്റിറ്റ്യൂഡ് ടു സ്റ്റഡി. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, ചിലവർ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, വെറുതെ ആയിരിക്കാം ക്ലാസ്സിൽ ഇരിക്കുക. അപ്പോൾ ടീച്ചർ കയറി വരുമ്പോൾ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, ഇറ്റ് ഈസ് ഗുഡ്, ടീച്ചർ നല്ല ഒരു സിറ്റുവേഷനാണ് എന്നതായിരിക്കും ചിലവരുടെ ആറ്റിറ്റ്യൂഡ്. ചിലവരുടെ ആറ്റിറ്റ്യൂഡ് അത് വലിയ കാര്യമില്ല എന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ പെർസീവൻസും വരുന്നത്. ബിക്കോസ് ടീച്ചർ എത്ര നല്ല ക്ലാസ് എടുത്തു കൊടുത്താലും ഈ ആറ്റിറ്റ്യൂഡ് ഭയങ്കര നെഗറ്റീവായിരിക്കുന്നവർക്ക് ഒരിക്കലും അത് മനസ്സിലാവത്തില്ല, അല്ലേ? മറ്റേവർക്കാണെങ്കിലോ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് ടീച്ചറിനോടും താല്പര്യവും ഇഷ്ടമുള്ള പഠിപ്പിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആറ്റിറ്റ്യൂഡ്. സെക്കൻഡ് ഇസ് ദ മൂഡ്. ഓരോ ആൾക്കാരുടെ ആ പെർസീവ് ചെയ്യാൻ പോകുന്ന ആളുടെ മൂഡിനനുസരിച്ച് വരിക്കും. ബിക്കോസ് സംടൈംസ് ഇഫ് ഹി ഈസ് ഇൻ എ ഗുഡ് മൂഡ് ടു ഹിയർ ഓർ അണ്ടർസ്റ്റാൻഡ് തിങ്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ പെർസെപ്ഷനും ക്ലിയർ ആയിരിക്കും, പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. പക്ഷേ മൂഡ് സിങ്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ മൂഡിന് വ്യത്യാസമാണ്, നമുക്ക് ഒരു താല്പര്യം ഇല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ എത്ര നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താലും പെർസെപ്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കില്ല. അതും മൂഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പെർസീവറിൻ്റെ ആറ്റിറ്റ്യൂഡ് എഫക്റ്റ് ചെയ്യാം, ഹാസ് മൂഡ് എഫക്റ്റ് ചെയ്യാം, പിന്നെ അയാളുടെ മോട്ടീവ് എഫക്റ്റ് ചെയ്യാം. ഇപ്പം ഒരു മാനേജർ കയറി വന്നൊരു മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഈസ് ഹാവിങ് നോ ഇൻട്രസ്റ്റ്, അയാൾക്കൊരു മോട്ടീവില്ല, കേട്ടിരിക്കുന്ന ആൾക്കൊരു മോട്ടീവില്ല, ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കണമെന്നില്ലെങ്കിൽ ഹി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, അല്ലേ? ആ പെർസീവൻസ് അവിടെ കുറവായിരിക്കും, പെർസെപ്ഷൻ കുറവായിരിക്കും. While in case of a subordinate who is very interested in hearing, അങ്ങനെയുള്ളവരുടെ പെർസെപ്ഷൻ എന്താ, നല്ല രീതിയിലായിരിക്കും. ഹി വിൽ ബി പെർസ്യൂയിങ് ദ തിങ്സ് ഇൻ എ കറക്റ്റ് സെൻസ്. അപ്പോൾ അതും ഒരു മോട്ടീവ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫ് കൺസെപ്റ്റ്, ഞാൻ എന്നൊരു ഭാവമുള്ളവരെയാണ് നമ്മൾ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കും. വാട്ട് മൈ ബിലീവ്സ് ആർ ദർ, ഐ വിൽ സ്റ്റേ ഓൺ ടു ദാറ്റ് എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഡോഗ്മാറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് വിചാരിച്ചു, അപ്പം ഞാൻ മാറാൻ പോകുന്നില്ല, എനിക്ക് ഇതാണ് താല്പര്യം, അല്ലെങ്കിൽ ഞാൻ റിജിഡാണ്, വാട്ട് എവർ ബി ദ ഗുഡ് തിങ്സ് ഈ സേ, വാട്ട് എവർ ബി ദ ബാഡ് തിങ്സ്, ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് മീ എന്നൊരു സെൻസിൽ നിൽക്കുന്ന സെൽഫ് കൺസെപ്റ്റിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഇഫ് ദ പെർസീവർ ഈസ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോഴും അവിടെ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നല്ല രീതിയിൽ പെർസെപ്ഷൻ ഉണ്ടാകും, ചിലപ്പോൾ മോശമായിരിക്കാം. പിന്നെ ഇൻട്രസ്റ്റ്, കേൾക്കുന്ന ആൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പറയുന്ന ടോപ്പിക്കിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് പെർസീവർ ഇരിക്കുന്നതെങ്കിൽ ഹി വിൽ നോട്ട് പെർസീവ് എനിത്തിങ്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ഹി വിൽ നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ്, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ദെൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നുവെച്ചാൽ ഓരോരുത്തരുടെ ചിന്തിക്കുന്ന രീതി, ദ വേ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് തിങ്കിങ് എ പേഴ്സൺ ഹാവ്. ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിക്കണമല്ലോ, മനസ്സിലാക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്ന ലെവലിലൊരു ചിലവർ പോസിറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കാം, ചിലർ നെഗറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കും, അല്ലേ? ഒപ്റ്റിമിസ്റ്റിക് പെസിമിസ്റ്റിക് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പെർസെപ്ഷന് വ്യത്യാസം വരുന്നുണ്ട്. അതാണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. പിന്നെ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷനെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പലവർക്കും പല പല എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചിലർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാവണമെന്നില്ല കിട്ടുന്നത്, അല്ലേ? എക്സ്പെക്റ്റേഷൻ ഡിഫർ ചെയ്യാം. എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണോ, ഹൈ എക്സ്പെക്റ്റേഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ പെർസെപ്ഷൻ കുറവായിരിക്കാം, ലോ എക്സ്പെക്റ്റേഷൻ ഉള്ളവർക്ക് പെർസെപ്ഷൻ കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സൊക്കെയാണ് നമ്മളൊരു പെർസീവറിൻ്റെ സൈഡ് ഓഫ് വ്യൂവിൽ നമ്മുടെ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ്, മൂഡ്, motives, self-concept, interest, cognitive structure and expectation. ഇനി സെക്കൻഡ് വൺ ഓൺ ദ ടാർജറ്റ് സൈഡ്. ടാർജറ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഫാക്ടേഴ്സ് വരും എന്നുള്ളതാണ്. അതിനെയാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദോസ് ഓഫ് ദ പെർസീവ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പെർസീവ്ഡ് മീൻസ് ദ ടാർജറ്റ്. ആരിലേക്കാണോ നമ്മൾ പെർസെപ്ഷൻ എത്തിക്കാൻ നോക്കുന്ന ആ ഒരാളുണ്ടാവുമല്ലോ, ഒരാൾ സംസാരിക്കുന്നു, അപ്പോൾ ഞാനാണ് പെർസെപ്ഷന് വേണ്ടി നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ടാർജറ്റ് എന്ന് പറയുക. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടാർജറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫിസിക്കൽ അപ്പിയറൻസ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് പകരം ഒരു ഓഫ്ലൈൻ ക്ലാസ് നടക്കുകയാണ്. അപ്പം എൻ്റെ ഉദ്ദേശം എന്താ, നിങ്ങളിലേക്ക് ആ പോയിൻ്റ് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ആ ഒരു കാര്യത്തിൽ എന്നെ എന്തൊക്കെ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ആ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ലെവലിനെയാണ് നമ്മൾ ആദ്യം പെർസീവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മൂഡ്, മോട്ടീവ്സ്, എക്സ്പെക്റ്റേഷൻ, അതൊക്കെയാണ് അതിൽ വരിക. എന്നാൽ എൻ്റെ സൈഡ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പെർസെപ്ഷൻ നല്ലതാകാം, മോശമാകാം, അത് എൻ്റെയും കുറേ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ ഈസ് മൈ ഫിസിക്കൽ അപ്പിയറൻസ്. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താ, ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ക്ലാസ് മൂഡിലല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പെർസെപ്ഷൻ ലെവൽ ഹൈ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് എഫക്റ്റ് ചെയ്യും. ദെൻ ടാർഗറ്റ്സ്, ഇൻറ്റൻഷൻ, എൻ്റെ ഉദ്ദേശം എന്താണോ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാനാണെങ്കിൽ ഐ വിൽ ബി സോ മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻസും പെർസെപ്ഷന് കാരണമാവും. എൻ്റെ നല്ല ഇൻറ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടൊരു ഇൻറ്റൻഷൻ തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പെർസെപ്ഷൻ ലെവൽ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ലോ ആയിരിക്കും. പിന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഐ മേ ഹാവ് ടു യൂസ് ബോത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ കൈയെല്ലാം ഉപയോഗിച്ച് സംസാരിക്കേണ്ടി വരും, അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പം അതേപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണം വെർബലി. അപ്പോൾ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി പെർസീവർ ഓൾസോ വിൽ എഫക്റ്റ്. ദെൻ സൗണ്ട്, ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന സൗണ്ടിൻ്റെ വേവ് ലെങ്ത്, സൗണ്ട് ഫ്രീക്വൻസി, ദാറ്റ് ഓൾ വിൽ ഹാവ് എഫക്റ്റ്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കണ്ടൻറ്റിൻ്റെ സൈസ്, ഞാൻ എത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ ഒറ്റ ഇതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പകുതിയെ പെർസീവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ ഒരു 30 മിനിറ്റ് മാക്സിമം ഞാൻ ഇടുള്ളൂ, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് യു വിൽ നോട്ട് ലിസൺ അല്ലേ. അപ്പോൾ ആ വീഡിയോസ് കഴിഞ്ഞ് അങ്ങനെയാണ്, ബിക്കോസ് ദാറ്റ് സൈസ് വിൽ മാറ്റർ. എത്ര നേരം നമ്മളൊരു കാര്യം പറഞ്ഞാലും കുറേ നേരം പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നേരമേ എല്ലാവരും കേട്ടിരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു മാറ്റർ ആണെങ്കിലും ദ സൈസ് ഓഫ് ദ മാറ്റർ ഓൾസോ ഡിപ്പെൻഡ്സ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും നോയ്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ്, വണ്ടികളുടെയും ഒക്കെ ബഹളമാണെങ്കിൽ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ ഒരു സോങ് പ്ലേ ചെയ്യാണ്, എവറിബഡി വിൽ ബി ഡിസ്ട്രാക്റ്റഡ് അല്ലേ. അപ്പം നോയ്സ് ഡിസ്ട്രാക്ഷൻസ് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോക്സിമിറ്റി, നമ്മൾ എത്രത്തോളം അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, എത്രത്തോളം നമ്മളുടെ ഒപ്പീനിയൻസിന് ഒരു ചേർച്ചയുണ്ട്, ഇതെല്ലാം ഒരു ടാർഗറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ പെർസെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടാർഗറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. അപ്പോൾ ഒന്നെങ്കിൽ പെർസീവറിൻ്റെ ചോദിക്കാം ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെ ചോദിക്കാം. അതേപോലെ മൂന്നാമത്തെ സിറ്റുവേഷനെ ബേസ് ചെയ്ത്, അതാണ് ദ ടൈം ആൻഡ് പ്ലേസ്. ഫസ്റ്റ് വൺ, ഏത് ടൈമിനാണോ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ് എന്ന കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏത് ടൈമിങ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടൈമിംഗ് ആയിരിക്കണം അല്ലേ. ഇപ്പം ക്ലാസ്സുകൾ നിങ്ങൾ കൂടുതൽ കാണുന്ന എക്സാം ടൈംസിലാണ്. സോ ഇഫ് ഐ അപ്ലോഡ് ദ ക്ലാസ്സസ് ഇൻ എക്സാം ടൈം നിങ്ങൾ കാണും, അതല്ലാത്ത സമയങ്ങൾ ആരും കാണത്തില്ലല്ലോ. അതേപോലെ തന്നെ ഒരു കാര്യങ്ങൾ എന്ന് ആവശ്യം വരുന്നു ആ സമയത്ത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അതിന് ബെറ്റർ പെർസെപ്ഷൻ ഉണ്ടാവത്തുള്ളൂ. അതിനെയാണ് ടൈം പറയുന്നത്. അതുപോലെ പ്ലേസ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ആവുന്ന ഒരു പ്ലേസാണ് യൂട്യൂബ്. സോ ഐ എം അപ്ലോഡിങ് ഇൻ യൂട്യൂബ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്ലേസിൽ എല്ലാവർക്കും അവൈലബിൾ ആണ്, അപ്പോൾ പെർസെപ്ഷൻ കൂടുന്നുണ്ട്. അപ്പം ഞാനൊരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ് കേൾക്കുന്നു, ബിക്കോസ് ദ പ്ലേസ് ഇസ് യൂട്യൂബ്, എവറിബഡി ഹാവ് ദ ആക്സസ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടൈം, സിറ്റുവേഷൻ അനുസരിച്ച് ടൈം, പ്ലേസ്, അതേപോലെ വർക്ക് ആൻഡ് സോഷ്യൽ സെറ്റിംഗ്, എങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള നമ്മുടെ വർക്ക് സെറ്റിംഗ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഏത് ടൈമിങ്ങിൽ, എക്സാം ടൈമിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ടാണ് ഇതിന് പെർസെപ്ഷൻ ഹൈ വന്നിരിക്കുന്നത്. വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഒക്കെ ആ ഒരു എക്സാം ടൈം ആയതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ക്ലാസ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാലും പെർസെപ്ഷനെ
പറയാം. കുറച്ച് ഈസിയർ ആകാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യം നമ്മൾ കണ്ട് അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നു, അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുക. അതിൻ്റെ പല ഫാക്ടേഴ്സാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാണ്. ഫസ്റ്റ് പെർസീവറിൻ്റെ പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ ഒരു ക്ലാസ് ടീച്ചിങ് സ്റ്റൈലിലാണെങ്കിൽ അവിടെ പെർസീവർ ആരായിരിക്കും? സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്, their moods, their motives, their expectation, etc. ഇനി ഫ്രം ദ ടീച്ചർ സൈഡ് അല്ലെങ്കിൽ ഫ്രം ദ ടാർജറ്റ്, ദ അപ്പിയറൻസ്, ദ ടാർജറ്റ് ഇൻറ്റൻഷൻ, ദ ബാക്ക്ഗ്രൗണ്ട്, ദ സൗണ്ട്, ദി കണ്ടന്റ് സൈസ്, ദെൻ ദ പ്രോക്സിമിറ്റി, ദ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഒരു സിറ്റുവേഷൻ ബേസ് ആണെങ്കിൽ ദ ടൈം, ദ പ്ലേസ്, ദ വർക്ക് ആൻഡ് ദ സോഷ്യൽ സെറ്റിംഗ്. സോ ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷനും നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ബാരിയേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ. ഇപ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ പെർസെപ്ഷൻ ലെവലിൽ ഒരു ഡീവിയേറ്റ് ചെയ്യും. നമുക്ക് ഭയങ്കര നല്ല ഇൻറ്റൻഷനുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മോട്ടിവേറ്റഡ് ആണ്, നമ്മളുടെ സൗണ്ടിങ് സിസ്റ്റം എല്ലാം ഓക്കെയാണ്, പക്ഷേ എന്നാലും ചില ബാരിയേഴ്സ് ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നതിന് പല പല ബാരിയേഴ്സ് വരും. അതിൽ ഫസ്റ്റ് ആണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. It is a tendency to choose information that support our viewpoints. Individuals often ignore information that make them feel uncomfortable or threatens their viewpoints. സെലക്റ്റീവ് പെർസെപ്ഷൻ ഉണ്ടാവും. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ പെർസീവ് ചെയ്യും, വേണ്ടത് മാത്രം മനസ്സിലാക്കുന്നൊരു സിറ്റുവേഷൻ. ഇപ്പം ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, ക്ലാസ്സിൻ്റെ ഇടയിൽ പലതും പറയുന്നുണ്ടാവും. പലതും മീൻസ് ക്ലാസ്സുകളല്ലാതെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടും. ഇപ്പോൾ കോളേജ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം അവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്രീ ടൈം അവേഴ്സ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും വർക്ക്സ് എക്സ്ട്രാ മോശമായിട്ടുള്ള സൈറ്റ്സ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും നമ്മൾ കേൾക്കത്തില്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കേൾക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ടൂറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കും. അതല്ലാതെ ക്ലാസ്സിൻ്റെ കാര്യം പറയുന്നത് ചിലപ്പോൾ കേൾക്കില്ല. ബിക്കോസ് വി ആർ ഹാവിങ് എ സെലക്റ്റീവ് പെർസെപ്ഷൻ ഇൻ ദ മാറ്റർ. ചിലപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ താല്പര്യമാണ്, ടീച്ചറിനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുക്കുന്നു. അതിനെയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുക. സെക്കൻഡ്, സ്റ്റീരിയോടൈപ്പ്. Stereotype is a generalization about a group of people. That is, when you judge people or someone on a basis of our perception of the group to which he or she belong, we are using the shortcut called stereotyping. ഇപ്പം ചില ആൾക്കാരെ നമ്മളങ്ങനെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ഏജ്, ജെൻഡർ ഓർ നാഷണാലിറ്റി വെച്ച് നമ്മൾ ആൾക്കാരെ തിരിക്കും. ഇപ്പം വിമൻ ആ പവർഫുൾ ആ വീക്ക് എന്നൊരു കൺസെപ്റ്റാണ് പണ്ടൊക്കെ, ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വിമൻ ആർ വീക്ക് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് എല്ലാവരുടെ മനസ്സിലുണ്ട് അല്ലേ? ഒരു സ്റ്റീരിയോടൈപ്പ് പോലെ അത് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദേ ആർ വീക്ക്, ദേ കാൺ ഡു ഇറ്റ് എന്നൊരു ചിന്ത വരും. ഓക്കെ, അതൊരു ജെൻഡർ ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ്. ഇനി ഏജ് വെച്ചിട്ടാണെങ്കിൽ ടെക്നോളജിയെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ വി വിൽ ഹാവ് എ ബിലീവ് ദാറ്റ് ദ ഓൾഡ് പീപ്പിൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ദേ ആർ ന്യൂ ടു ടെക്നോളജി. അവർ ടെക്നോളജിക്ക് വലിയ പിടി ഉണ്ടാവില്ല എന്ന് നമ്മൾ സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. ബട്ട് ദർ ആർ മെനി ഓർ മോസ്റ്റ് ഓഫ് ദ ഓൾഡ് ഏജ് പീപ്പിൾ ആർ വെൽ വേഴ്സ്ഡ് വിത്ത് ദ ടെക്നോളജി. ഒരു ബുദ്ധിമുട്ടില്ല, അവരുടെ ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഒരു സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാറ്റഗറി വെച്ച്, ഒരു പല പല കാറ്റഗറീസ് വെച്ച് ആൾക്കാരെ മുൻവിധി വെച്ചിട്ടുണ്ട്. വി ആർ ഹാവിങ് ഒരു മുൻവിധി എന്ന് പറയത്തില്ലേ, അത് തന്നെ. നമ്മളൊരു കാര്യത്തിന് ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ പെർസെപ്ഷനെ അത് എഫക്റ്റ് ചെയ്യുക, അതൊരു ബാരിയറാണ്. സ്റ്റീരിയോടൈപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ എ പാർട്ടിൽ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെയുള്ള തേർഡ് ബാരിയർ എന്ന് വെച്ചാൽ ഹാലോ എഫക്റ്റ് ആണ്. ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാളെ പറ്റിയിട്ട് നമുക്ക് പല പല ക്യാരക്ടറിസ്റ്റിക്സ് അയാളെ അറിയുന്നുണ്ടാവും, പക്ഷേ അയാളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് മാത്രം നമ്മൾ അയാൾ വിലയിരുത്തുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയർ വർക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്യുന്നുണ്ട്, എല്ലാവരോടും ഭയങ്കര ഒബീഡിയൻ്റ് ആണ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഡിഫക്റ്റ് പുള്ളിക്കുണ്ട്, ഹീ ഈസ് നോട്ട് പങ്ക്ച്വൽ എന്ന് വിചാരിച്ചോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പങ്ക്ച്വാലിറ്റി, ചില മാനേജേഴ്സ് പങ്ക്ച്വാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ പങ്ക്ച്വാലിറ്റി എന്ന കൺസെപ്റ്റ് മാത്രം അയാളുടെ മനസ്സിലുണ്ടാവുള്ളൂ.
അപ്പോൾ ബാക്കി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഹി വിൽ തിങ്ക് ദാറ്റ് ഹി ഈസ് നോട്ട് പങ്ക്ച്വൽ, സോ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് എന്ന് ചിന്തിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരാളെ പറ്റി വിലയിരുത്തുകയാണെങ്കിൽ ആ പെർസെപ്ഷനും തെറ്റാണ് അല്ലേ. നമ്മൾ ബാക്കിയെല്ലാം ആ ഒരു പേഴ്സണിന് നല്ലതായിരുന്നു, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, എല്ലാവരുമായിട്ട് നല്ല കോർഡിനേറ്റീവാണ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിലും ഹി ഈസ് നോട്ട് പങ്ക്ച്വൽ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ബാക്കി എല്ലാത്തിനെയും മാസ്ക് ചെയ്ത് കളയുന്നു. അതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അയാൾക്ക് വർക്ക് കൊടുത്ത അയാൾ ചെയ്യത്തില്ല എന്ന് ചിന്തിക്കും, ബട്ട് ഹി ഡൂസ് വർക്ക് വെൽ, അത് നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ല. അതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുക. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എറർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുക. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു കാര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ എത്രത്തോളം കറക്റ്റീവ് മെഷേഴ്സ് വന്നാലും വി വിൽ ബി സ്റ്റിക്ക് ഓൺ ടു ദ ഫസ്റ്റ് പോയിൻറ്റ്. അതിനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുക. സോ first impressions are the lasting impression. We tend to remember what we perceive first about a person, and sometimes we are quite reluctant to change our first impressions. നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷൻസ് ഒരിക്കലും എന്തൊക്കെ അയാൾ നല്ലത് ചെയ്താലും നമുക്കതിൽ മാറ്റം വരില്ല. ആ ഫസ്റ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഓക്കെ, അതിനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എറർ എന്ന് പറയുക. ചിലപ്പോൾ ആദ്യം അയാൾ നല്ലതായിരിക്കാം, പിന്നെ ഭാവിയിൽ മോശമായിട്ടുണ്ടാവാം. പക്ഷേ ആ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നമ്മൾ അയാളെ വിലയിരുത്തുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഫസ്റ്റ് ഇംപ്രഷൻ എറർ. Then contrast effect, that is stimuli that contrast with the surrounding environment are more likely to be selected for attention than the stimulus that blends in. A contrasting effect can be caused by color, size or any other factor that is unusual. ചിലപ്പോൾ ഒരു സിറ്റുവേഷന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ മിക്കവാറും കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരിക്കും നമ്മുടെ പോസ്റ്റേഴ്സിൽ വരിക. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കോൺട്രാസ്റ്റ് കളറിലേക്കും, ബിക്കോസ് ദാറ്റ് വിൽ ബി അട്രാക്റ്റഡ്. അതേപോലെ തന്നെ പെർസെപ്ഷൻ്റെ ഇടയിൽ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് മീറ്റിങ്സിലെല്ലാം പറയും, ബിക്കോസ് ടു ഡ്രോ ദ അറ്റൻഷൻ, ഇറ്റ് ഈസ് ഡൺ ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദി പബ്ലിക്. വേറൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് കോൺസെൻട്രേഷൻ വരും. അപ്പം ഇത്രയും നേരം ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാരും ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ അതിനെയാണ് കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുക. പിന്നെ പ്രൊജക്ഷൻ മീൻസ് നമ്മൾ വേറൊരാൾക്കാരും അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കുക, നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും, സിമിലർ ടു അസ് എന്നൊരു ബിഹേവിയർ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഒരു പെർസെപ്ഷൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു മാനേജർ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ മീറ്റിങ്ങിനിടയിൽ പല സബോർഡിനേറ്റ്സ് ഉണ്ട്. അതിൽ സബോർഡിനേറ്റ്സിനോട് പലതും പറയുന്നു, പക്ഷേ സബോർഡിനേറ്റ്സ് ഒന്നും മാനേജറിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കില്ല നിൽക്കുന്നത്. അയാൾ പറയുന്ന വർക്ക്സുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ മാനേജറിൻ്റെ ചിന്ത നമ്മളെപ്പോലെ തന്നെയല്ലേ, എൻ്റെ അതേ ലെവലിലല്ലേ, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവണ്ടേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഓക്കെ, അവിടെയാണ് പ്രൊജക്ഷൻ എറർ വരിക. We will have a tendency that our and their characters are same, but it is not the case. പലവരുടെയും പല ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരിക്കലും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും പെർസെപ്ഷൻ ലെവലിൽ എഫക്റ്റ് ചെയ്യും. എന്നെപ്പോലെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ അതേ ലെവൽ ഓഫ് തിങ്കിങ് തന്നെയാണ് മറ്റൊരാൾക്കെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം കൺവേ ചെയ്യുള്ളൂ, എല്ലാം മനസ്സിലാവുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ കൺവേയൻസ് കുറയുമ്പോൾ പെർസെപ്ഷനും കുറയും. പിന്നെ ഇംപ്ലിസിറ്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ദാറ്റ് ഈസ് വി ടെൻഡ് ടു ഹാവ് അവർ ഓൺ മിനി തിയറീസ് ദാറ്റ് ഹൗ പീപ്പിൾ ലുക്ക് ആൻഡ് ബിഹേവ്. എല്ലാവർക്കും സ്വന്തമായിട്ട് കുറേ അഭിപ്രായങ്ങളുണ്ടാവും, കുറേ ബിലീവ്സ് ഉണ്ടാവും. ആ ബിലീവ്സിനനുസരിച്ച് നമ്മുടെ പെർസെപ്ഷനും മാറും. എത്രയൊക്കെ പെർസെപ്ഷനിൽ ചേഞ്ച് വരുത്താൻ നോക്കിയാലും വി വിൽ ബി സ്റ്റിക്കിംഗ് ഓൺ ടു അവർ ഓൺ beliefs, which is called dogmatism. Okay, അതും ഒരു dogmatism ഒരു barrier ആണ് for the perception. Then self-fulfilling prophecies, that is, this is a situation in which our expectation about people affect our interaction with them in such a way that our expectations are fulfilled. Self-fulfilling prophecy is known as Pygmalion effect. The manager's expectation of an individual affect both the manager's behavior towards the individual and the individual response. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ പറ്റിയിട്ടൊരു എക്സ്പെക്റ്റേഷൻ വരിക. ഓക്കെ, ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന കൺസെപ്റ്റിൽ പിഗ്മാറ്റിസം എന്ന് പറയും. അതിലൊരു മാനേജർ ചിന്തിക്കുന്ന അയാളുടെ എക്സ്പെക്റ്റേഷൻ, അയാളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരു എക്സ്പെക്റ്റേഷനുണ്ട്, എങ്ങനെയാവണം മറ്റേയാൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, നമ്മുടെ എംപ്ലോയറിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിനെ പറ്റിയിട്ടും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും. ഇങ്ങനെ രണ്ടും നമ്മൾ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കാതെ വി വിൽ ബി ഹാവിങ് ദ ഒപ്പീനിയൻ ഓഫ് ബോത്ത് അസ് ആൻഡ് ദം. അതിനെയാണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസീസ് എന്ന് പറയുക. സോ ദീസ് ആർ ദ മേജർ ബാരിയേഴ്സ് ടു പെർസെപ്ഷൻ, ദാറ്റ് ഇസ്
Selective perception, stereotype, halo effect, first impression error, contrast effect, projection, implicit personality traits and self-fulfilling prophecy. അപ്പോൾ ഇതിനകത്ത് പിഗ്മാലിയൻ എഫക്റ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മാർക്സിന് ചോദിക്കാം. സോ സ്റ്റഡി ദാറ്റ് ടു. ഓക്കെ, സോ ദീസ് ആർ വാട്ട് ഇസ് കോൾഡ് പെർസെപ്ഷൻ, ദ ഫാക്ടേഴ്സ് ആൻഡ് factors or the characteristics based on perceiver പറഞ്ഞു, ടാർജറ്റ് പറഞ്ഞു, അതുപോലെ സിറ്റുവേഷനും പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓൾസോ. ഓക്കെ, സോ പെർസെപ്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇടുന്നത്. ആസ് ഇറ്റ് ഈസ് വെരി ബിഗ്, ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ബിക്കോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. ഓക്കെ, സോ ആരെങ്കിലും ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ദ വീഡിയോസ്. ഐ വിൽ സെൻഡ് ദ ലിങ്ക് I will put the link on the description box. Please click on that and watch all other videos and watch the next videos for which you want to subscribe the channel so that you can get the updates of the next videos. Okay, and thank you for listening and have a nice day.